ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ പി എസ് സിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മുടെ കേരള നവോത്ഥാനം എന്ന് പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് അയ്യങ്കാളി. അദ്ദേഹത്തെക്കുറിച്ച് പി എസ് സി നിരന്തരമായി ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിൽ നിന്ന് ഞാൻ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ എടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ അറിയാവുന്നവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, അറിയാത്തവർ ആ ഒരു പോർഷൻ സെർച്ച് ചെയ്തിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഗൈഡ് നിങ്ങൾ പഠിക്കുന്ന ഗൈഡായിട്ടുണ്ടെങ്കിലും റാങ്ക് ഫയൽസോ എങ്ങനെയെങ്കിലും സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ അയ്യങ്കാളിയെക്കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ അന്ന് അയ്യങ്കാളി മൊത്തം പഠിക്കാം. ഓക്കെ, അയ്യങ്കാളി കംപ്ലീറ്റ് ചെയ്തിരിക്കുക. നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാംസിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് വരെ ആ ഒരു ലെവലിൽ നിങ്ങൾ പഠിച്ചിരിക്കുക. ഓക്കെ, അതിന് അടുത്ത ദിവസം ഞാൻ വേറെ ഒരാളെ പറ്റി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾ ആ ഒരു ടോപ്പിക്ക് മൊത്തമായിട്ട് കവർ ചെയ്ത് പഠിക്കുക. അങ്ങനെ നമുക്ക് ഓരോ ദിവസമായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുപോകാം നമ്മുടെ സ്റ്റഡീസ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് അയ്യങ്കാളി ജനിച്ചത് എന്നാണ്. ഓക്കെ, അയ്യങ്കാളി ജനിച്ചത് എന്നാണ്. വർഷം വേണം, മാസം വേണം, ഡേറ്റ് വേണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആളിക്കത്തിയ തീപ്പൊരി എന്ന് അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ, കേരളത്തിലെ നവോത്ഥാന നായകൻ ആരാണ് എന്നുള്ളതാണ്. ഓക്കെ, അത് പിന്നെ നമുക്കറിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യത്തെ ഹരിജൻ ആരാണ് എന്നുള്ളതാണ്. ഓക്കെ, ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യത്തെ ഹരിജൻ ആരാണ്? ഇനി 90-ാം ആണ്ട് ലഹള നടന്ന വർഷം, അത് നമ്മുടെ ഈ അയ്യങ്കാളിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു സമരമാണ്. ഈ സമരം നടന്നിട്ടുള്ള വർഷമാണ് ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ 90-ാം ആണ്ട് ലഹളയുടെ മറ്റു പേരുകൾ. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന പേരുകൾ കൂടി കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് 1, 2, 3, 4 എന്ന് പറയുന്ന നമ്പർ ഓർഡറിൽ തന്നെ ആൻസർ ചെയ്ത് പോവുക. അപ്പോൾ ഇതുപോലുള്ള ഷോർട്സിന്, ഡെയിലി ഷോർട്സിന് നമ്മൾ കുഞ്ഞു കുഞ്ഞു ഷോർട്സ് ആയിട്ട് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് പഠിക്കും. ആ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെഫർ ചെയ്ത് പോകും. അപ്പോൾ ഡെയിലി ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കൊണ്ട് നിങ്ങൾ ആ ഒരു പോർഷൻ മൊത്തത്തിൽ കവർ ചെയ്യണം. ഓക്കെ, പി എസ് സി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു പോർഷൻ കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത് അപ് ടു ഡിഗ്രി ലെവൽ വരെ തന്നെ നിങ്ങൾ മാക്സിമം റെഫർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്തേക്കുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ബൈ.